പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മളെ ഉടനെ പ്രവേശിക്കുകയാണ്. 2026 കാലെടുത്ത് വയ്ക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ ഈശോയിൽ ആനന്ദിച്ച് നമ്മൾ പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2025 ഏറ്റവും അവസാനത്തെ ചില ടോക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നത്. 2026 നമുക്ക് ആവശ്യമുള്ള എല്ലാം, നമ്മുടെ വചനം, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗൈഡൻസും ഈശോ വചനത്തിലൂടെ നമുക്ക് തരും. നമുക്ക് ഒറ്റ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചൊരു വിഷയമില്ലേ, ഈശോയിൽ ആനന്ദിക്കുക. ഈശോയിൽ ആനന്ദിച്ച് കഴിയുമ്പോൾ ഈശോ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്നോളും. എല്ലാ കാര്യങ്ങളും ഈശോ 2026 അനുഗ്രഹമാക്കി മാറ്റും. ഈശോയിൽ ആനന്ദിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസത്തോടെ 2026 പ്രവേശിക്കുക. ഫെയ്ത്ത്, ഉള്ളിലൊരു ഫെയ്ത്ത്, ഈശോയിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഈശോയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ആനന്ദം, ഈശോയിൽ ആനന്ദിക്കുക. ഈശോ എല്ലാ കാര്യങ്ങളും നടത്തിത്തരും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയിലുള്ള വിശ്വാസം. ഈശോ എനിക്കിത് നടത്തി തരും, എനിക്ക് അതൊക്കെ തരും, 2026 ഈശോ അടിപൊളിയാക്കി മാറ്റുമെന്നുള്ള വിശ്വാസമല്ല, ട്രസ്റ്റ് ഇൻ ഹിം. ഈശോയിൽ മുറുകെ പിടിക്കുക. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ മുറുകെ പിടിക്കുന്നു എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈശോയെ മുറുകെ പിടിക്കുന്നു. ഇപ്പോൾ ഒരു ഇളക്കമൊക്കെ വരുമായിരിക്കും 2026 ചിലപ്പോൾ. നമുക്ക് എങ്ങനെയാണ്, വി കനോട്ട് പ്രെഡിക്റ്റ് അല്ലേ, എങ്ങനെയാണ് ഇനി അടുത്തൊരു വർഷം, അടുത്ത 12 മാസം എങ്ങനെയാണ് നമുക്കറിയില്ല. ചലഞ്ചസ് ഉണ്ടാകാം, ഹാപ്പിനെസ് ഉണ്ടാകാം, ചിലപ്പോൾ ഒത്തിരി സെറ്റ് ബാക്ക്സ്, സങ്കടങ്ങൾ, ചിലപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു മഹത്തായൊരു പവറും ഒക്കെ ഈശോ തരുന്നുണ്ടാകാം. പക്ഷേ എനിവേ യു ഹാവ് ടു ഫേസ് ഇറ്റ് അല്ലേ. 2026 നമ്മൾ എന്തായാലും അതിജീവിക്കണം. നമ്മൾ സന്തോഷത്തോടും ആനന്ദത്തോടും വലിയ വിശ്വാസത്തോടും കൂടെ, നമ്മിലുള്ള വിശ്വാസമല്ല, ഈശോയിലുള്ള വലിയ അടിയുറച്ചൊരു വിശ്വാസം എന്ന് വെച്ചാൽ മുറുകെ പിടിക്കുന്ന വിശ്വാസം. മുമ്പേ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ മുറുകെ പിടിക്കുന്നു. ഈശോ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടുള്ള, എന്നാ പിടിച്ച് കുലുങ്ങിയാലും, എന്ത് നമ്മളെ പിടിച്ച് തകർക്കാൻ ശ്രമിച്ചാലും ഈശോയിൽ മുറുകെ അങ്ങ് പിടിച്ച് 2026 ബ്ലെസ്സിങ് ആക്കി മാറ്റുക. നമുക്ക് ആ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വിശ്വാസം നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തെ ഈ ശതാധിപൻ്റെ വൃത്തിനെയൊക്കെ സൗഖ്യപ്പെടുന്ന ഒരു എപ്പിസോഡ് നമ്മൾ വായിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ ഒരു ചേച്ചിയെ സൗഖ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ പർട്ടിക്കുലർലി ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശതാധിപൻ്റെ വിശ്വാസമേ, ഈശോയോട് ഇങ്ങനെ ആളയച്ചൊക്കെ പറയുന്നുണ്ട്, അങ്ങൻ്റെ വീട്ടിലോട്ടൊന്നും വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒരു പിന്നെ എളിമപ്പെടുക മാത്രമൊന്നുമല്ല, അയാൾ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കർത്താവേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ പയ്യൻ, എൻ്റെ വൃത്തിൻ സുഖം പ്രാപിക്കും. അപ്പം ഈ ഒരു വിശ്വാസത്തെ ഈശോ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അതായത് ഈശോ ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് കൺമുമ്പിൽ വന്ന് കണ്ടില്ലേലും കുഴപ്പമില്ല, കർത്താവിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, ആ വാക്ക് എനിക്ക് സൗഖ്യം തരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നുള്ള ഒരു വലിയ ഹൈപ്പർ ലെവൽ വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ഈശോ ഒത്തിരി അധികമായിട്ട് മാനിക്കുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു വിശ്വാസമാണ്. 2026 കർത്താവേ, ഇതേ ജനുവരിയിൽ നടക്കേണ്ട സ്വപ്നങ്ങളുണ്ട്, മാർച്ചിൽ നടക്കേണ്ട സ്വപ്നങ്ങളുണ്ട്, സെപ്റ്റംബറിൽ കിട്ടേണ്ട ഒരു ഉത്തരവുണ്ട്. ഇവിടം വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ അങ്ങയുടെ ഒരു വാക്ക് മതി. ആ വാക്ക് എന്താണ്? നമ്മൾ അനുദിനം വായിക്കുന്ന ഈശോയുടെ വചനം, നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഈ ഈശോയിലുള്ള നമ്മുടെ ഒരു മുറുകെ പിടിച്ച് അള്ളിപ്പിടിച്ചൊരു വിശ്വാസം, ആ വിശ്വാസത്തെ ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൺമുമ്പിൽ അത്ഭുതം കണ്ടില്ലേലും ഈശോയുടെ വചനത്തെ വിശ്വസിച്ച് ഈശോ എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസമാണ് നമുക്ക് 2026 വേണ്ടത്. അപ്പുറത്തെ സൈഡിൽ വേറൊരു വിശ്വാസവും കൂടിയുണ്ട്. അതായത് ഈ കടൽ കടന്ന് ഇളകുന്ന സമയത്ത്, പിന്നെ ഈ ബോട്ടിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് ശിഷ്യന്മാർ ഈശോയെ വിളിച്ചുണർത്തുന്നുണ്ട്, ഇതേ ഞങ്ങളൊക്കെ നശിക്കാൻ പോവാ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അവിടെ ഒരു വിശ്വാസമുണ്ട് അല്ലേ. ഈശോയെ ഇവർ വിളിച്ചുണർത്തുമ്പോഴും എന്താണ്, ഈശോ എഴുന്നേറ്റാൽ ഈ കടൽ ശാന്തമാക്കിക്കോളും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ ആ വിശ്വാസത്തെ അല്ല ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത് എനിക്കൊരു പ്രശ്നം ഉണ്ടാകും, ആ പ്രശ്നത്തെ മാറ്റാൻ ഈശോ ഇവിടെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഈശോയെ പിടിച്ച് കുലുക്കാം. ആ വിശ്വാസത്തെ ഈശോ വലിയ പരിഗണിക്കുന്നൊന്നുമില്ല. ഈശോ അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, എന്തിട്ട് പൊട്ടന്മാരാന്നൊക്കെ ചോദിക്കും. പൊട്ടന്മാരാണെന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഈശോയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് ഈശോയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. നമ്മളും ചിലപ്പോൾ ഇങ്ങനത്തെ വിശ്വാസമൊക്കെ ആയിരിക്കും. ഈശോയെ പരീക്ഷ വരുന്നു, ഒന്ന് സഹായിച്ചേക്കണേ, ഇൻ്റർവ്യൂ വരുന്നു, സഹായിച്ചേക്കണേ, ഒരു തീരുമാനം എടുക്കാൻ പോകണേ, സഹായിച്ചേക്കണേ. ഉള്ളിൽ അപ്പോഴൊരു പേടിയാണ്, ഇത് സംഭവിക്കുമോ, എന്നാ ചെയ്യും, എന്നാലും ഈശോയെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചേക്കാം. ആ വിശ്വാസത്തെ അല്ല, ആ ഈശോ അതിനെ കളിയാക്കുകയാണ്. നിങ്ങൾ എന്നാ വിശ്വാസമായിരുന്നു, നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമില്ല എന്നൊക്കെ ഈശോ ചോദിച്ച് ചിലപ്പോൾ ഒരു കളിയാക്കലായിരിക്കും. നമ്മളെ നോക്കിയിട്ട് ഈശോ കളിയാക്കരുത്. നമ്മളെ നോക്കിയിട്ട് ഈശോ പറയണം, ഇതുപോലൊരു വിശ്വാസം ഈ പഞ്ചായത്തിൽ കണ്ടിട്ടില്ലെന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയണം. അത് ഈ കടൽ ഇളകുമ്പോൾ, ജീവിതത്തിൻ്റെ ഈ തിരമാലകൾ ഇങ്ങനെ നമ്മളെ പിടിച്ച് കുലുക്കുമ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ടുള്ളൊരു വിശ്വാസമല്ല, ഇത് കടന്ന് കുലുങ്ങിയാലും കർത്താവെ അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതി, ഞാൻ കയറിപ്പോരും എന്നുള്ള ഈശോയിലുള്ള അള്ളിപ്പിടിച്ചുകൊണ്ടൊരു വിശ്വാസം.
സോ അങ്ങനെ ഒരു ഹോൾഡിങ്, അങ്ങനെ ഒരു മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് 2026 വേണം. അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പരസ്പരം അനുഗ്രഹിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അനുഗ്രഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഈശോയെ അള്ളിപ്പിടിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയെ ഇന്ന് ഈ വചനം കേട്ട എല്ലാ മക്കളിലേക്കും ഒരിക്കലും ഇളകാത്ത, അടിപതറാത്ത, അങ്ങേ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസം ഇപ്പോൾ ഈ സമയം നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.